Good evening, all of you, dear students. I welcome all of you to my class. Today, we are going to discuss the second part of the first unit, block 4, BEGC 140, Theatre in India. In the previous class, yesterday, we have discussed very detail about the Indian theatre and some of the Sanskrit plays and its background, etc. In this second part, we are going to discuss our main focus here is Marathi theatre. പ്രിയ വിദ്യാർത്ഥികൾ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് BGC 114 നാലാമത്തെ ബ്ലോക്ക് ഒന്നാമത്തെ യൂണിറ്റിന്റെ രണ്ടാമത്തെ ഭാഗമാണ്, തിയേറ്റർ ഇൻ ഇന്ത്യ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ ഫസ്റ്റ് ഭാഗം ചർച്ച ചെയ്തു. ഇന്ത്യൻ തിയേറ്ററിനെ കുറിച്ച്, അതിന്റെ വ്യത്യസ്തമായ ഘടകങ്ങളെ കുറിച്ച്, വ്യത്യസ്തമായ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ അതിന്റെ തന്നെ ഭാഗമായിട്ടുള്ള മറാത്തി തിയേറ്ററിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് രണ്ടാമത്തെ ഭാഗമാണ്, മറാത്തി തിയേറ്റർ. വിഷ്ണുദാസ് ബാവാസ് പ്ലേ Sita Swayamvar, which was written in 1843, is considered as the starting point of Marathi theatre. മറാത്തി തിയേറ്ററിനെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അതിന്റെ സ്റ്റാർട്ടിങ് നമ്മൾ കാണുന്നത് വിഷ്ണുദാസ് ഭാവയുടെ സീതാ സ്വയംവർ എന്ന 1843 ഡ്രാമയിലൂടെയാണ്. അങ്ങനെ അത് വെച്ച് നോക്കുമ്പോൾ ഏകദേശം 150 വർഷമായി, 150 വർഷത്തെ പാരമ്പര്യമാണ് മറാത്തി തിയേറ്ററിനുള്ളത്. Bava worked in the theatre for 60 years, and when he died in 1901, he left behind 50 plays. Ramayana and Mahabharata belongs to his titles. ഈ വിശ്വനാഥന്റെ അദ്ദേഹത്തിന്റെ സംഭാവനയായിട്ട് കഴിഞ്ഞ 60 കൊല്ലത്തിനടുത്ത് അദ്ദേഹം 1901 മരിക്കുന്ന സമയത്ത് 50 നാടകങ്ങൾ, 50 പ്ലേസുകൾ ഇവിടെ ബാക്കി വെച്ചുകൊണ്ട് സംഭാവന നൽകിക്കൊണ്ടാണ് അദ്ദേഹം 1901 തന്റെ 60 വർഷത്തെ കലാജീവിതത്തിന് ശേഷം ഇവിടുന്ന് പിന്മാറുന്നത്. അദ്ദേഹത്തിന്റെ വർക്കുകളിൽ, ഈ 50 വർക്കുകളിൽ വളരെ പ്രശസ്തമായിട്ടുള്ള വർക്കാണ് രാമായണ ആൻഡ് മഹാഭാരത്. During the struggle of independence, the nationalist sentiment was expressed in plays based on historical and mythological themes. Kijagavada 1906 by Kadikar belongs to them. പിന്നീട് നമ്മൾ ഈ മറാത്തി തിയേറ്ററിനെ കാണുന്നത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലാണ്. കോൺഗ്രസ് രൂപീകൃതമായി സ്വാതന്ത്ര്യ സമര ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്ത് വലിയ പോരാട്ടങ്ങളുടെ ഘട്ടമാണ്. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ഈ ഘട്ടത്തിലാണ്. ഈ സമയത്ത് ഡ്രാമ മറ്റൊരു രീതിയിൽ മാറുകയാണ്, മറാത്തി ഡ്രാമ. അതിന്റെ വിഷയം നാഷണലിസ്റ്റ് സെന്റിമെന്റ് ആയിട്ട് മാറുകയാണ്. ആ നാഷണലിസ്റ്റ് സെന്റിമെന്റ് ആയിട്ട് മാറുമ്പോൾ അത് ഹിസ്റ്റോറിക്കൽ മിത്തോളജിക്കൽ തീമാണ് അത് ഉൾക്കൊള്ളുന്നത്. ചരിത്രപരമായ സംഭവങ്ങളെ, മിത്തോളജിക്കൽ ആയിട്ടുള്ള സംഭവങ്ങളെയൊക്കെ ഈ നാഷണൽ സെന്റിമെന്റ് ഉയർത്തുന്ന രീതി, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനം നൽകുന്ന രീതിയിൽ അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം.
അതിന്റെ ഉദാഹരണമാണ് കീചകവധ 1906 കാതിൽക്കർ എന്ന് പറയുന്ന പ്ലേറൈറ്റ് എഴുതിയിട്ടുള്ള കീചകവധ. വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പ്രയോഗമാണല്ലോ, നമുക്കൊക്കെ അറിയാം. കീചകനാണ് ചത്തതെങ്കിൽ കൊന്നത് ഭീമനാണ് എന്നുള്ളൊരു പരാമർശം നമ്മൾ മലയാളത്തിൽ സാധാരണയായിട്ട് പറയാറുണ്ട്. അപ്പൊ ഈ കീചകവധത്തെ ഈ നാഷണലിസ്റ്റ് സെന്റിമെന്റ് ഉയർത്തുന്ന രീതിയിൽ, അതേപോലെ ഇൻഡിപെൻഡൻസ് സ്ട്രഗിളിന് അനുയോജ്യമായ രീതിയിൽ പുനഃസൃഷ്ടിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ആൻ ഇൻസിഡന്റ് ഫ്രം മഹാഭാരത. അപ്പൊ നമുക്കറിയാം കീചകവധം എന്നുള്ളത് മഹാഭാരതത്തിൽ നിന്നുള്ള സംഭവമാണ്. വേർ ഭീമ കിൽസ് കീചക, അവിടെ ഭീമനാണ് കീചകനെ കൊല്ലുന്നത്. നമ്മൾ പ്ലേയിലേക്ക് വരുമ്പോൾ ഇൻ ദ പ്ലേ when the faces are revealed, it is Lokamanya Tilaka, the national leader, as Bhima, who kills Kijaka, who is recognized as Lord Curzon. അപ്പൊ ഈ സ്റ്റോറിയിൽ, ഈ പ്ലേയിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ കാണുന്നത്, ഈ കീചകവധം നടന്നിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഭീമനായിട്ട് അവതരിക്കുന്നത് ലോകമാന്യ തിലകനാണ്. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ സജീവമായി പങ്കാളിത്തം വഹിച്ചിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന ലോകമാന്യ തിലകൻ, അദ്ദേഹമാണ് ഭീമനായിട്ട് വരുന്നത്. കൊല്ലപ്പെട്ട കീചകനായിട്ട് അവതരിക്കുന്നത് ലോർഡ് കഴ്സനാണ്. കഴ്സൺ പ്രഭു എന്ന പേരിൽ പ്രസിദ്ധനായിട്ടുള്ള അന്നത്തെ ഇന്ത്യയിലെ വൈസ്രോയി ആയിട്ടുള്ള ആളാണ് ഇതാക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ ലെജൻഡറിക് ആയിട്ടുള്ള സംഭവങ്ങളെ, അല്ലെങ്കിൽ മിത്തോളജിക്കൽ ആയിട്ടുള്ള സംഭവങ്ങളെ ഈ രീതിയിൽ നാഷണൽ സെന്റിമെന്റ് ഉയർത്തുന്ന രീതിയിലേക്ക് പരിവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. മറ്റൊരു പ്ലേറൈറ്റ് ആണ് ബാനു ബന്ദഗി. ബാനു ബന്ദഗി is another favorite play by Kadilkar. It describes palace intrigue when Anandabai causes the Peshwa to be murdered. Anandabai often features in several folk tales in Maharashtra. പിന്നെ നമ്മൾ കാണുന്ന ഒരു പ്ലേറൈറ്റ് ആണ് കാതിൽക്കർ എന്ന് പറയുന്ന, നേരത്തെ പറഞ്ഞ കാതിൽക്കർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രശസ്തമായിട്ടുള്ള, ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള, ആ കാലഘട്ടത്തിലേറെ പ്രശംസിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്ലേ ആണ് ബാനു ബന്ദേഗി എന്ന് പറയുന്നത്. അതിൽ പറയുന്ന വിഷയം, ഒരു കൊട്ടാരത്തിലേക്ക് അനന്തബായി എന്ന് പറയുന്ന ഒരു സ്ത്രീ സ്വകാര്യമായിട്ട് കയറുകയാണ്. എന്നിട്ട് അവര് പേഷ്വയെ കൊല്ലാൻ അവര് കാരണമാക്കുകയാണ്. അവര് കൊല്ലുന്നു. ഈ അനന്തബായി എന്ന് പറയുന്നത് അവിടെ ഈ ഫോക്ക്, മഹാരാഷ്ട്രയിലെ ഈ ഫോക്ക് ടെയിൽസുകളിലൊക്കെ, ഈ കഥകളിലൊക്കെ നായികയായിട്ട് വരുന്ന ഒരാളാണ് ഈ അനന്തബായി എന്ന് പറയുന്നത്. അനന്തബായി എന്നുള്ളത് മഹാരാഷ്ട്രയിലെ ഫോക്ക് ടെയിൽസുകളിലെ, പ്രാദേശിക കഥകളിലേക്ക് ഒരു ഹീറോയിൻ ആയിട്ട് വരുന്ന ഒരു ലേഡിയാണ്. അവര് ഈ പേഷ്വയുടെ പാലസിലേക്ക് നുഴഞ്ഞു കയറിയിട്ട് അദ്ദേഹത്തെ വധിക്കുന്നതാണ് ഈ ബൗ ബന്ദഗി എന്ന് പറയുന്ന ഡ്രാമയുടെ പ്രമേയം എന്ന് പറയുന്നത്. മറ്റൊരാളാണ് ഗദ്ഹരി. ഗദ്ഹരി അദ്ദേഹം 1885 മുതൽ 1919 വരെ ജീവിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു പ്ലേ ആണ് അക്കച്ച് പായല. അതിന്റെ അർത്ഥം ഓൺലി വൺ ഗ്ലാസ് ഈസ് ദ ബെസ്റ്റ് നോൺ എമംഗ് ഹിസ് 6 plays. ഇദ്ദേഹം 6 plays എഴുതിയിട്ടുണ്ട് പ്രധാനമായിട്ടും. അതില് ആ 6 playsന്റെ കൂട്ടത്തില് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പ്ലേ ആണ് അക്കച്ച പായല എന്നുള്ളത്. It is the story of the life of the drunkard and sermonizes on abstinence from wine and woman. ഈ പ്ലേയിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത്,
മദ്യപാനിയായിട്ടുള്ള ഒരാളെ ജീവിതത്തെ കുറിച്ചാണ്. എന്നിട്ട് നമുക്ക് അതിലൊരു ഉപദേശവും കൂടി നൽകാം. സെർമണൈസ് ചെയ്യാണ് നമ്മൾ എന്ത്, മദ്യത്തിൽ നിന്നും മദിരാശിയിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള ഒരു ഉപദേശവും കൂടിയാണ് ഈ സ്റ്റോറിയിലൂടെ നമുക്ക് നൽകുന്നത്. അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇബ്സൺ ഷാ, എ ടച്ച് ഓഫ് റിയലിസം വാസ് ആഡഡ് ടു മറാത്തി തിയേറ്റർ. പിന്നീട് നമ്മൾ കുറച്ചു കണ്ട് വരുന്ന സമയത്ത് ഈ യൂറോപ്യന്മാരായിട്ടുള്ള പല പ്ലേ റൈറ്റുകളുടെയും ഒരു ഇൻഫ്ലുവൻസ് മറാത്തി തിയേറ്ററിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യൂറോപ്പിലെ റിയലിസവും ഇവിടെ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തും. ഇവിടെ ഈ റിയലിസം കൊണ്ടുവരാൻ കാരണമായിട്ടുള്ള സ്വാധീനം ചെലുത്തിയിട്ടുള്ള റൈറ്റേഴ്സുകളാണ്, പ്ലേ റൈറ്റ്സുകളാണ് ഇബ്സന്, അതേപോലെ ബെർണാഡ് ഷാ തുടങ്ങിയ ആളുകൾ. ഇവരിലൂടെയാണ് ഇവരിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ്. ഈ ആളുകൾ മറാത്തി ലിറ്ററേച്ചർ പ്ലേയില് വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ആളാണ്. ഇവരുടെ സ്വാധീനത്തിലൂടെയാണ് മറാത്തിയിൽ റിയലിസം വരുന്നത്. സാറ്റി ചി ഗുലാം, സേവ്സ് ഓഫ് പവർ എന്നാണ് അർത്ഥം. ഹാസ് എ പൊളിറ്റിക്കൽ മെസ്സേജ് ഓഫ് സോഷ്യൽ റിഫോം ആൻഡ് ഗാന്ധിസ് ഫിലോസഫി. ഈ ഡ്രാമ ഇത് രാഷ്ട്രീയമായിട്ടുള്ള സന്ദേശം നൽകുന്ന ഒരു പ്ലേയാണ്. അതേപോലെ സാമൂഹ്യമായ പരിഷ്കരണത്തിലേക്കും ഗാന്ധിയുടെ ഫിലോസഫിയൊക്കെ ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്ലേ ആണ്. മറ്റൊരു പ്ലേ ആണ് അനദർ പ്ലേ സോണിയാച്ച കലാസ്, പിനാക്കിൾ ഓഫ് ഗോൾഡ് എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് അർത്ഥം. Where the son of a mill owner take up the cause of the purpose. ആ പ്ലേയിൽ നമ്മൾ കാണുന്നത് മില്ല് ഉടമയുടെ മകൻ, അദ്ദേഹം ആ മില്ലിലെ തൊഴിലാളികളെ തന്നെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് ആ കാലഘട്ടത്തിൽ പിന്നെ അത്ര കോമൺ അല്ലാത്ത കാര്യങ്ങളാണ്. തൊഴിലുടമയുടെ മകൻ തന്നെ തൊഴിലാളികളുടെ വിഷയങ്ങളിൽ ഒരു തീർപ്പുണ്ടാക്കുന്ന, അല്ലെ അവരെ കെയർ ചെയ്യുന്ന ഒരു പ്ലേ ആണത്. വരേക്കേഴ്സ് ഭൂമി കന്യ സീത. വരേക്കർ എന്ന് പറയുന്ന മറ്റൊരു പ്ലേ റൈറ്റ് ഉണ്ടായിരുന്നു. അവര് ഒരു ഫെമിനിസ്റ്റ് പ്ലേ റൈറ്റ് കൂടിയാണ്. അവരുടെ ഒരു വർക്കാണ് ഭൂമി കന്യ സീത എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം സീത ഡോട്ടർ ഓഫ് ദ എർത്ത് എന്ന, ഭൂമി പുത്രിയായ സീത. ഹൈലൈറ്റ് ദ കോസ് ഓഫ് ഇന്ത്യൻ വുമൺ ബൈ പ്രൊജക്ടിങ് സീതാസ് റിവോൾട്ട് അഗെയിൻസ്റ്റ് സം ഓഫ് ദ രാമൻസ് വാല്യൂസ്. ഈ ഡ്രാമയിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് ഇന്ത്യൻ സ്ത്രീകളെയാണ്. ഇന്ത്യൻ സ്ത്രീകളുടെ അവസ്ഥകള്, അവരുടെ കാര്യങ്ങളെയൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്ത് കാണുന്നത്. അതിനു വേണ്ടിയിട്ട് അവരെടുക്കുന്നത്, മോഡലായിട്ട് എടുക്കുന്നത് സീത ശ്രീരാമന്റെ ചില മൂല്യങ്ങൾക്കെതിരായിട്ട് നടത്തുന്ന പോരാട്ടങ്ങളാണ് ഈ ഡ്രാമയിലുള്ളത്. സത്യത്തില് പോരാട്ടം നടത്തുന്നത് സീതയാണെങ്കിലും ആ പോരാട്ടം രാമന്റെ മൂല്യങ്ങൾക്കെതിരാണെങ്കിലും സത്യത്തില് സ്ത്രീകള്, ഇന്ത്യയിലെ സ്ത്രീകള് പുരുഷ മേധാവിത്വത്തിനെതിരെ നടത്തുന്ന ഒരു പോരാട്ടമായിട്ടാണ് അതിനെ അവതരിപ്പിക്കുന്നത്. Another play with the feminist overturn is P.L. Deshpande's 3-act Sundar Me Honar. മറ്റൊരു ഫെമിനിസ്റ്റ് ആറ്റിറ്റ്യൂഡ് വെച്ച് പുലർത്തിയിട്ടുള്ള ഒരു പ്ലേ ആണ് ഈ കാലഘട്ടത്തിലെ P.L. ദേശ്പാണ്ഡെയുടെ 3-act പ്ലേ ആയിട്ടുള്ള സണ്ടർ മീറ്റ് ഹൊണാർ. അപ്പൊ ഇതാണ് മറ്റൊരു ഫെമിനിസ്റ്റ് പ്ലേ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് മറാത്തി തിയേറ്ററിന്റെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ആ കാലഘട്ടത്തിലെ പ്രധാന റൈറ്റേഴ്സ്, അവരുടെ പ്രധാന റൈറ്റിങ്സുകളിൽ വന്നിട്ടുള്ള തീമുകൾ, അതിന്റെ ഫോക്കസുകൾ, അവർ കൈകാര്യം ചെയ്ത സാമൂഹ്യ ഇഷ്യൂകൾ, സോഷ്യൽ ഇഷ്യൂസ് ഒക്കെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ നമുക്ക് അടുത്തായിട്ട് ചർച്ച ചെയ്യാനുള്ളത്
മോഡേൺ ഇന്ത്യൻ തിയേറ്റർ ആണ്. മോഹൻ രാകേഷ് ആസാദ് കി ഏക് ദിൻ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. മോഹൻ രാകേഷിനെ നമുക്കറിയാം, നമുക്ക് പരിചയമുള്ള കഥാപാത്രം, പ്ലേ റൈറ്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള പ്ലേ റൈറ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ് ആസാദ് കി ഏക് ദിൻ എന്നുള്ളത്. ഈ വർക്ക് ഡയറക്റ്റഡ് ബൈ അനാമിക മന്ദാലി gave a new direction to ഹിന്ദി ഡ്രാമ. മോഹൻ രാകേഷിന്റെ ആസാദ് കി ഏക് ദിൻ എന്ന ഡ്രാമ ഡയറക്റ്റ് ചെയ്തുകൊണ്ട് അനാമിക മന്ദാലി ഹിന്ദി ഡ്രാമയുടെ ഡയറക്ഷനിൽ ഒരു പുതിയ രീതി കൊണ്ടുവരിക. ധർമ്മവീർ ഭാരതീസ് ആന്ത യുഗ് മറ്റൊരു പ്ലേ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ആ പ്ലേയുടെ പേരാണ്, പ്ലേ റൈറ്റിന്റെ പേരാണ് ധർമ്മവീർ ഭാരതി. അദ്ദേഹത്തിന്റെ പ്ലേ ആണ് ആന്തയുഗ്. 1955 വരുന്നത്. ആൻ ഇമ്പോർട്ടന്റ് ലാൻഡ് മാർക്ക് ഇൻ ഹിന്ദി തിയേറ്റർ. ഹിന്ദി തിയേറ്റർ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു ലാൻഡ് മാർക്കാണ് ഇവരുടെ ഈ ഒരു ഡ്രാമയും അതിന്റെ ഡയറക്ഷനും ഒക്കെ. But the establishment of the National School of Drama in New Delhi gave an added impetus to that development of the theatre. ഇന്ത്യയിൽ ഈ തിയേറ്റർ വളർന്നു വരുന്ന സമയത്ത് അതിന് വലിയൊരു പ്രോത്സാഹനമായി വന്നിട്ടുള്ളത് ന്യൂഡൽഹിയിലെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയാണ്. ഈ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ഡൽഹി സ്ഥാപിച്ചത് മുതൽ ഇന്ത്യൻ ഡ്രാമയിൽ വലിയൊരു വളർച്ചക്ക് അത് കാരണമാവുകയാണ്. അതിനുശേഷമാണ് ഇന്ത്യൻ ഡ്രാമയിൽ വലിയ രീതിയിലുള്ള വളർച്ച ഉണ്ടാവുക. അതിനുള്ളൊരു കാരണം the Sriram Cultural Center, New Delhi organized national drama festivals which features plays in Urdu, Sanskrit, Kannada, Marathi, Bangla. ശ്രീരാമ കൾച്ചറൽ സെന്റർ എന്ന് പറയുന്ന ഡൽഹിയിലെ ഒരു സാംസ്കാരിക കലാസ്ഥാപനം, അത് നാഷണൽ ഡ്രാമ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. ആ ഡ്രാമ ഫെസ്റ്റിവലിന്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ ഭാഗത്തു നിന്നുള്ള പ്ലേകളും പല ഭാഷകളിലുള്ള പ്ലേകളും അതിൽ അവതരിപ്പിച്ചു. ഉറുദുവിലുള്ള പ്ലേകള്, സാൻസ്ക്രിറ്റ്, കന്നഡ, മറാത്തി, ബംഗ്ല തുടങ്ങിയ ഭാഷകളിലൊക്കെയുള്ള നാടകങ്ങൾ അവിടെ അവതരിപ്പിച്ചു. ട്രാൻസ്ലേഷൻ ഓഫ് പ്ലേസ് ഫ്രം English, German, Sanskrit, French, Russian, and regional language to Hindi have also enriched the field of the Indian theatre. Indian തിയേറ്ററിനെ സമ്പുഷ്ടമാക്കിയിട്ടുള്ള മറ്റൊരു സംഗതി, ഈ കാലഘട്ടത്തിൽ നിരവധിയായിട്ടുള്ള ഡ്രാമകൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഇംഗ്ലീഷിലും ജർമ്മനിലും സംസ്കൃതത്തിലും ഫ്രഞ്ചിലും റഷ്യയിലും അതുപോലെയുള്ള നിരവധി പ്രാദേശിക ഭാഷകളിലൊക്കെയുള്ള നിരവധി ഡ്രാമകൾ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും അത് ഇവിടെ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ എന്ത് ചെയ്തു? ഇന്ത്യയിലെ ഹിന്ദി തിയേറ്റർ വലിയ രീതിയിൽ ഡെവലപ്പ് ആവാൻ ഇത് കാരണമായി. Similarly, Indian plays have been translated into various foreign languages. നമ്മൾ ഇങ്ങോട്ട് മാത്രമല്ല ട്രാൻസ്ലേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്, മറിച്ച് നമ്മളുടെ പല വർക്കുകളും, ഇപ്പൊ മോഹൻ രാകേഷിൻ്റെതടക്കം പല വർക്കുകളും പല വിദേശ ഭാഷകളിലേക്കും അത് ട്രാൻസ്ലേറ്റ് ചെയ്തു. There are various trends in modern Indian theatre. There is the theatre in India which produces adaptations of the Western masters, Brecht, Beckett,
ഷാ, ഇബ്സൺ, എക്സൽ. ഇന്ത്യൻ തിയേറ്ററിൽ നോക്കുമ്പോൾ അവിടെ വ്യത്യസ്ത തരത്തിലുള്ള ട്രെൻഡുകൾ നമുക്ക് മോഡേൺ ഇന്ത്യൻ തിയേറ്റർ എടുത്തു പരിശോധിക്കുമ്പോൾ അവിടെ നിരവധിയായിട്ട് പല രീതിയിലുള്ള ട്രെൻഡ് നമുക്ക് കാണാം. There is a theater in English which produces adaptations of the Western masters, Bridget, Bucket, Shaw, Ibsen, Exel. ഈ പറഞ്ഞ ആളുകൾ ബിഷറ്റിന്റെയും സാമുവൽ ബക്കറ്റിന്റെയും ബർണാഷോയുടെയും ഇബ്സന്റെയും ഒക്കെ തുടങ്ങിയിട്ടുള്ള വെസ്റ്റേൺ പ്ലേ മാസ്റ്റേഴ്സിന്റെ ഒക്കെ വർക്കുകൾ ഇവിടെ വലിയ സ്വാധീനങ്ങളുണ്ട്. Another trend is to revive classical Sanskrit plays. മറ്റൊരു ട്രെൻഡ് എന്ന് പറയുന്നത് ക്ലാസിക്കൽ ആയിട്ടുള്ള സംസ്കൃത പ്ലേസുകളുടെ പുനരുജ്ജീവനമായി. നേരത്തെ ഉണ്ടായിരുന്ന സംസ്കൃത പ്ലേസ്, സംസ്കൃതത്തിൽ എഴുതിയിട്ടുള്ള പ്ലേസ്, ക്ലാസിക്കൽ വർക്ക്സുകളൊക്കെ ഇവരെ രണ്ടാമതായി അവതരിപ്പിക്കാൻ തുടങ്ങി. Again, a trend in modern theater is the engagement with the problems of the inequality and anguish and disillusionment of the modern life. വീണ്ടും ഒരു ട്രെൻഡ് വന്നു. ആ ട്രെൻഡ് എന്ന് പറയുന്നത് ആധുനിക കാലത്തെ ഇക്വാളിറ്റിയുടെ പ്രശ്നങ്ങൾ, അതേപോലെ ആളുകളുടെ ആധുനിക ജീവിതത്തിൽ ഉണ്ടാവുന്ന കുറെ നിരാശകൾ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രമേയമായിക്കൊണ്ട് വീണ്ടും ഒരു പുതിയ ട്രെൻഡ് രൂപം കൊണ്ടു. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഈ കാലഘട്ടത്തിലെ പ്രമുഖനായിട്ടുള്ള ഒരു ഡ്രമാറ്റിസ്റ്റിനെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ പേര് വിജയ് തെണ്ടുൽക്കർ എന്നാണ്. അപ്പൊ വിജയ് തെണ്ടുൽക്കറിന്റെ അദ്ദേഹത്തെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. Vijay Tendulkar was born on 6 January 1928, died on 19 May 2008, was an Indian playwright, movie, television writer, literary essayist, political journalist, and a social commentator, primarily in Marathi. അപ്പോ ഈ പറഞ്ഞ മേഖലയിലൊക്കെ തിളങ്ങിയിട്ടുള്ളതാണ് അദ്ദേഹം. പക്ഷെ അപ്പോഴും പ്രധാനമായും അദ്ദേഹത്തിന്റെ രചനകളും കാര്യങ്ങളൊക്കെ മറാത്തിയിലാണ്, മറാത്തി ഭാഷയിലാണ് അദ്ദേഹത്തിന്റെ വർക്കുകൾ ഈ പറഞ്ഞ മേഖലയിലൊക്കെ അധികമുണ്ട്. His Marathi plays established him as a writer of plays with contemporary, unconventional themes. He is best known for his plays Shandada, Court, Chawla, Ahi, 1967, Ganshiran Katwal, 1972, and Shagaram Binder, 1970. അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ മറാത്തിയിലുള്ള വർക്കുകളാണ് അദ്ദേഹം സമകാലിക വിഷയങ്ങളെ സംബന്ധിച്ചാണ് എഴുതുന്നത്. മാത്രല്ല അൺകൺവെൻഷണൽ ആയിട്ടുള്ള, പാരമ്പര്യമായിട്ടുള്ള കൺവെൻഷണൽ ആയിട്ടുള്ള തീമുകളൊക്കെ അദ്ദേഹം ഉപേക്ഷിച്ചു. അദ്ദേഹത്തിന്റെ ആ അൺകൺവെൻഷണൽ അതേപോലെ കണ്ടംപററി ഇഷ്യൂകളിൽ വെച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള പ്ലേകളാണ് ഇനി പറയാൻ പോകുന്നത്. ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഹിസ് പ്ലേസ്. അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ പ്രമുഖമായിട്ട് അദ്ദേഹത്തിന്റെ അറിയപ്പെടുന്ന ചില പ്ലേസുകളാണ് ശാന്തത, കോർട്ട്, ചൗള, ആഹി, 1967, 1967 എഴുതിയിട്ടുള്ള ശാന്തത, കോർട്ട്, ചോള, ആഹി, മറാത്തിയിലുള്ള വേർഡാണ്. മറ്റൊന്ന് ഗാഷിറാം കൊട്വാൾ, 1972. ഈ പ്ലേ ആണ് ഏറ്റവും കൂടുതൽ പ്രമുഖമായിട്ടുള്ള ഒരു പ്ലേ. മാത്രമല്ല ഈ പ്ലേ ഒരു ആന്റി ബ്രാഹ്മണിക്കൽ ആണെന്ന് വലിയ ആക്ഷേപം ഉയർന്നിട്ടുള്ള ഒരു വർക്കും കൂടിയാണ്. മറ്റൊന്നാണ് ശാകരം ബിൻഡർ,
1972 അദ്ദേഹം അത് എഴുതിയിട്ടുള്ളത്. Many of Tendulkar's plays derived inspiration from real life incidents or social upheavals. ഇദ്ദേഹത്തിന്റെ തെണ്ടുൽക്കറിന്റെ പ്ലേസുകൾ അധികവും അതിന് പ്രചോദനമായിട്ടുള്ളത് യഥാർത്ഥ ജീവിതത്തിലെ സംഭവങ്ങളും സാമൂഹ്യ ജീവിതത്തിലെ പോരാട്ടങ്ങളും ഒക്കെയാണ്. which provide clear light on the harsh realities. അത് പരുപരുത്ത യാഥാർത്ഥ്യങ്ങൾ, ഹാഷായിട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങളെ വ്യക്തമായിട്ട് അത് he has provided guidance to students studying playwright in US universities. അദ്ദേഹം എന്ത് ചെയ്തു? ഈ US യൂണിവേഴ്സിറ്റിയിൽ, അമേരിക്കയിലെ US യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ഈ വിദ്യാർത്ഥികളെ എങ്ങനെയാണ് പ്ലേ എഴുതേണ്ടത്, പ്ലേ റൈറ്റ് പിന്നെ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം ഗൈഡൻസ് നൽകിയിട്ടുള്ള ആളും കൂടിയാണ് അദ്ദേഹം. തെണ്ടുൽക്കർ വാസ് എ ഡ്രാമാറ്റിസ്റ്റ് ആൻഡ് തിയേറ്റർ പേഴ്സണാലിറ്റി മഹാരാഷ്ട്ര ഫോർ ഓവർ 5 decades. ഏകദേശം 50 പതിറ്റാണ്ട്, 50 കൊല്ലം അതിൽ കൂടുതലായിട്ട് അദ്ദേഹം ഈ തിയേറ്ററിലും അതുപോലെയുള്ള ഡ്രാമാറ്റിക് മേഖലയിലൊക്കെ സജീവമായി വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ഇനി അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ചില വർക്കുകളും അതിനെക്കുറിച്ചുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷനാണ് ഇവിടെ കൊടുക്കുന്നത്. ഹിസ് വർക്ക്സ്: ശാന്തത കോർട്ട് ചോള ആഹി is a satire against male-dominated society. പുരുഷ മേധാവിത്വ സമൂഹത്തെ പിന്നെ അതിനെ സാറ്റയറായിട്ട് ആക്ഷേപിച്ചുകൊണ്ട്, ആക്ഷേപഹാസ്യമായിട്ട് വിമർശിച്ചുകൊണ്ടുള്ള ഒരു വർക്കാണ്, ഒരു പ്ലേ ആണ് ഈ കോർട്ട് ചാലെ ആഹി എന്ന് പറയുന്ന ശാന്തത. In which a woman can neither get a sympathetic response nor win over a man to give legitimacy to her children. അതിലെ സ്ത്രീകളുടെ വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ പറയാം. അവർക്ക് ഒരു സിമ്പതറ്റിക് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് അവർക്ക് കിട്ടുന്നില്ല. മാത്രല്ല അവരുടെ കുഞ്ഞുങ്ങൾക്ക് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരച്ഛനെയും കിട്ടുന്നില്ല എന്നുള്ള ഒരു കാര്യം അദ്ദേഹം അതിൽ പറയാൻ. മറ്റൊന്നാണ് അദ്ദേഹത്തിന്റെ വർക്കാണ് സാഗരം ബിഞ്ച. ഈസ് വൺ ഓഫ് ദ തെണ്ടുൽക്കേഴ്സ് പോപ്പുലർ പ്ലേസ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പ്ലേ ആണ്. ഇറ്റ് ഈസ് അബൌട്ട് സാഗരം, a womanizer who uses women and then discards them. ഇതില് പെൺകോന്തനായിട്ടുള്ള അല്ലെങ്കിൽ വുമനൈസർ ആയിട്ടുള്ള മദിരാശിക്ക് അടിമപ്പെട്ട ഒരു പുരുഷന്റെ കഥ പറയാം. അയാളുടെ പേര് സാഗരം എന്നാണ്. ഈ വ്യക്തി പല സ്ത്രീകളെയും ഉപയോഗിക്കുകയും പിന്നീട് അവരെയൊക്കെ ഉപേക്ഷിക്കുകയും ചെയ്യാം. അവസാനം അങ്ങനെ ഒരുപാട് സ്ത്രീകൾ ഉപേക്ഷിച്ചതിന് ശേഷം വേറെ ഒരു സ്ത്രീ അയാളുടെ ജീവിതത്തിലേക്ക് വരികയും അതോടുകൂടെ അയാൾക്ക് കട്ടയ്ക്ക് മറുപടി, അയാളെപ്പോലത്തെ ഒരു സ്ത്രീ തന്നെ, അതുകൊണ്ട് തന്നെ അയാൾക്ക് നല്ല ചുട്ട മറുപടി കൊടുക്കുകയും അയാൾക്ക് അയാൾ ജീവിതത്തിൽ അതോട് അനുഭവിക്കാൻ തുടങ്ങും ചെയ്യാം. അതാണ് അതിന്റെ കഥ. പിന്നീട് അദ്ദേഹത്തിന്റെ മറ്റൊരു വർക്കാണ് കന്യാദാൻ എന്ന് പറയുന്നത്. കന്യാദാൻ എന്ന് പറയുന്നത് മലയാളത്തിൽ. His most controversial play is perhaps Kanyadan. The daughter of a socialist political marries a young Dalit poet with the approval of encouragement of her father. ഈ കന്യാദാൻ എന്ന് പറയുന്ന ഈ ഡ്രാമയിൽ അതിലെ വിഷയം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലൊക്കെയുള്ള സോഷ്യലിസ്റ്റ് പൊളിറ്റീഷ്യൻ, അദ്ദേഹത്തിന്റെ മകള് ദളിതനായിട്ടുള്ള ഒരു യുവ കവിയെ കല്യാണം കഴിക്കുന്നത് ഈ സോഷ്യൽ പൊളിറ്റീഷ്യന്റെ പിതാവായിട്ടുള്ള സോഷ്യലിസ്റ്റ് പൊളിറ്റീഷ്യന്റെ സമ്മതത്തോടെയും
അദ്ദേഹത്തിന്റെ പ്രോത്സാഹനത്തോടും കൂടിയാണ്. അദ്ദേഹമാണ് അതിന് മുന്നിട്ട് നിൽക്കുന്നതും അദ്ദേഹത്തിന്റെ എല്ലാ ആശീർവാദങ്ങളും ഉണ്ട്. ഒരു പരിഷ്കാരം എന്ന നിലക്ക് അദ്ദേഹം അത് നടത്തി കൊടുക്കുക. പിന്നീട് later ദളിത് beats his wife mercilessly even when she is pregnant. It is seen as anti-Dalit. പിന്നീട് നമ്മൾ കാണുന്നത് ഈ ദളിത് ആയിട്ടുള്ള പോയറ്റ് ഭാര്യയെ വളരെ മോശമായിട്ട് ഭാര്യയോട് പെരുമാറുന്നത്, വളരെ നിഷ്കരുണം അവളെ മർദ്ദിക്കുന്നതാണ്. അവൾ പ്രഗ്നന്റ് ആവുന്ന സമയത്ത് പോലും അവളെ വളരെ മൃഗീയമായി ക്രൂരമായിട്ട് അയാളാക്കുന്നു. അപ്പോ ഇതിലൂടെ പ്ലെയറൈറ്റ് പറയാൻ ശ്രമിക്കുന്ന ഒരു സംഗതി അത് ദളിത് വിരുദ്ധമാണ് എന്ന് പറയാൻ. കാരണം അദ്ദേഹം സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആള് നവോത്ഥാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്വന്തം മകളെ മറ്റൊരു ആളുമായിട്ട് ജാതിയിലുള്ള ഒരാളുമായിട്ട് കല്യാണം കഴിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് ഉണ്ടായിട്ടുള്ളത് അവളുടെ ജീവിതം കുളമായി എന്ന നിലക്കുള്ള ഒരു പരാമർശമാണ്. അപ്പോ അത് ഈ ഇത്തരം വിവാഹങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലാണ് ആ പ്ലേ ഉള്ളത്. അത് തന്നെ ആന്റി ദളിത് ഡ്രാമയാണ് എന്ന നിലക്ക് അതിനെതിരെ വലിയ കോലാഹലങ്ങളും മറ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൊട്വാൾ എന്ന് പറയുന്ന നോവല് പ്ലേ ഇറങ്ങിയ സമയത്ത് അത് ബ്രാഹ്മണ വിരുദ്ധമാണ് എന്ന പരാമർശവും വന്നിട്ടുണ്ട്. അപ്പോ രണ്ട് തലത്തിലും വലിയ വിമർശനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള രണ്ട് പ്ലേകളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഈ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യാനുള്ളത്. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ മറ്റൊരു യൂണിറ്റുമായിട്ട് ചർച്ചയാവാം. താങ്ക് യു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.